ഹായ് കൂട്ടുകാരി, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യ മോനെ ഉറക്കി കെടുത്തിക്കൊണ്ട് കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കയറാണ്. ബാത്റൂമിലേക്ക് കയറിയ ഉടനെ തന്നെ മോന് എന്തൊക്കെയോ അസ്വസ്ഥത കാരണം പെട്ടെന്ന് തന്നെ ഉണർന്ന് നിലവിളിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞ്. ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കൊണ്ട് തന്നെ നവ്യ ഇതൊന്നും കേൾക്കുന്നില്ല. ജലജ വന്ന് നോക്കുന്ന സമയത്ത് കുട്ടി കരയെന്ന് കാണുമ്പോൾ ഓഹോ, ഇവന്റെ അമ്മ കുളിക്കാൻ കയറിയതാണ്. നീ എൻ്റെ ആ പേരക്കുട്ടിയൊക്കെ തന്നെ, പക്ഷേ അവള് പ്രസവിച്ചത് കാരണം എനിക്ക് നിന്നോടങ്ങ് വലിയ അടുപ്പമൊന്നുമില്ല. എന്നാലും എൻ്റെ മകൻ്റെ കുഞ്ഞ് തന്നെയാണ്. അതും കരുതി ആ ഒരു സിമ്പതിയും ദയൊന്നും നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ് കുഞ്ഞിനെ നോക്കി നിൽക്കാന്നല്ലാതെ എടുക്കുന്നില്ല കേട്ടോ ജലജ. ആ സമയത്താണ് നന്ദുമോള് അതുവഴി വരുന്നത്. അപ്പോഴേക്കും ജലജയുടെ മനസ്സിൽ മറ്റൊരു ഐഡിയ കത്തുന്നുണ്ട്. നന്ദുമോളാണ് ഈ കുഞ്ഞിനെ കരയിപ്പിച്ചെന്ന് പറഞ്ഞ് അവൾക്ക് കണക്കിന് കിട്ടണം. അതിനിപ്പോൾ എന്താ വഴി? നവ്യ ബെഡിൽ ഇങ്ങനെ കിടത്തിയതിനു ശേഷം തലേണ വെച്ചോണ്ടാണ് പോയിട്ടുണ്ടാവുക. തൊട്ടിയിലല്ല കേട്ടോ കുഞ്ഞ് കിടക്കുന്നത്. അങ്ങനെ തന്നെ ജലജ ചെയ്യുന്നത് ആ കുഞ്ഞിനെ എടുത്തോണ്ട് ഈ കട്ടിലിൻ്റെ തലപ്പത്തായിട്ട് ചെന്ന് കിടത്താണ്. എന്നിട്ട് തലേണൊക്കെ മാറ്റുന്നുണ്ട്. കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ചന്തുമോൾ അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ജലജ മറിഞ്ഞ് നിൽക്കാണ്. അയ്യോടെ വാവേ, നീ വീഴാനായല്ലോ. നിന്റെ അമ്മ എവിടെ? ഞാൻ നിന്റെ അടുത്തേക്ക് വന്നെന്നറിഞ്ഞാലേ അമ്മ എന്നെ വഴക്ക് പറയും. കരയണ്ട കേട്ടോ എന്ന് പറഞ്ഞ് കയ്യിലുള്ള കളിപ്പോപ്പുമായിട്ട് കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവളെ കണ്ടതും കുഞ്ഞ് കരച്ചിൽ നിർത്തുക കേട്ടോ. ഓഹോ, ഇവളെ കണ്ടതും അവൻ കരച്ചിൽ നിർത്തിയല്ലോ. എത്ര സമയം ഞാൻ അവനെ നോക്കി നിന്നു. എന്നിട്ട് പോലും തൻ്റെ മുമ്പിലൊന്ന് ചിരിക്കാത്തവൻ ദാ അവളെ കണ്ടപ്പോൾ ചിരിക്കുന്നു എന്നൊക്കെ മനസ്സിൽ കരുതാണ് ജലജ. അങ്ങനെ ചന്തുമോളാണെങ്കിലോ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ നവ്യാണെന്ന് കരുതി പേടിച്ച് അകത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ജലജയാണെങ്കിലോ ഈ കുഞ്ഞിനെ തലപ്പത്താണല്ലോ കിടത്തിയത്. അതോടെ തന്നെ കുഞ്ഞ് വീഴാം എന്ന മട്ടിലാട്ടോ നിൽക്കുന്നത്. അങ്ങനെ ചന്തുമോൾ വീണ്ടും വന്ന് നോക്കുന്ന സമയത്ത് കുഞ്ഞ് താഴേക്ക് വീഴാൻ പോലെ തോന്നുമ്പോൾ അയ്യോ വാവേ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചു നിൽക്കാണ്. എന്നിട്ട് അപ്പോഴേക്കും നവ്യ കഥക് തുറന്ന് വരുന്നുണ്ട്. ഡീ, എന്താടി നീ കാണിക്കുന്നത്? നീ എൻ്റെ കുഞ്ഞിനെ താഴെ ഇടാൻ നോക്കാണോ എന്ന് ചോദിക്കുക. ജലജ ഈ സമയം നെയ്സായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അയ്യോ അല്ല, കുഞ്ഞ് താഴെ വീഴുമെന്ന് കരുതി ഞാൻ പിടിച്ചതാ. അതൊന്നുമല്ല, നീ എൻ്റെ കുഞ്ഞിനെ താഴെ ഇടാൻ നോക്കിയത്. വെക്കടി എവിടെ? നിന്നോട് ആരാടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് ചോദിച്ച് നന്നായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അതോടുകൂടെ ചന്തമോൾ കരഞ്ഞുകൊണ്ട് നൈനാമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോവാണ്. എന്താ ചേച്ചി ഇത്? എന്തിനാ കുഞ്ഞിനെ തല്ലിയത്? അവൾ എന്താ ചെയ്തെന്ന് അറിയോ? എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇത് കടലിൽ കിടത്തി തലേണയൊക്കെ വെച്ചോണ്ട് പോയതാ. അവൾ ആ കുഞ്ഞിനെ എടുത്തോണ്ട് നിൽക്കുന്നു. അവളൊക്കെ അതിന് കഴിയോ? കുഞ്ഞ് താഴെ വീണെങ്കിൽ ഞാൻ ആരോട് സമാധാനം പറയും? എന്താ ചേച്ചി, ചന്തമോൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ചന്തമോൾ പറയുന്നുണ്ട് ഇല്ല നൈനാമേ, കുഞ്ഞ് താഴെ വീഴുമെന്ന് കരുതി ഞാൻ പിടിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ജലജ ഇതെല്ലാം കണ്ടിട്ട് ചേച്ചിയും അനിയത്തിയും കൂടെ വഴക്കടിക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാണ് കേട്ടോ. എന്തായാലും മോൾ ഇനി കുഞ്ഞിൻ്റെ അടുത്തേക്കൊന്നും പോകണ്ട കേട്ടോ. കുഞ്ഞിനൊക്കെ നോക്കാൻ അവരൊക്കെ ഉണ്ട്. താഴെയൊന്നും കുഞ്ഞ് വീഴില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കെ ജലജയാണെങ്കിലോ വീണ്ടും നവ്യക്ക് അരികിൽ വന്ന് എന്താ നവ്യ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിച്ചു വരാണ്. അത് പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഞാൻ ആ പെണ്ണിനോട് വരരുതെന്ന് പറഞ്ഞതാണ്. ഞാൻ വന്നു നോക്കുമ്പോൾ കുഞ്ഞിനെ എടുത്തോണ്ട് നിൽക്കുന്നു. അതെ, ഞാനും കണ്ടതാ. അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരണം. ആ കുഞ്ഞിനെ പിച്ചി നോക്കുന്നതൊക്കെ ഞാൻ കണ്ടു. പിന്നെ നിന്നോട് പറയാത്തത് വെറുതെ എന്തിനാ? ആ ചെറിയ കുഞ്ഞിനും അറിവില്ലല്ലോ, അതിനെ വഴക്ക് പറയേണ്ടെന്ന് കരുതിയ എൻ്റെ കുഞ്ഞിനെ തൊട്ടാലേ അവളെ കൈ ഞാൻ വെട്ടും എന്ന് പറഞ്ഞ് പിരി കയറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്തുമോളെ മനഃപൂർവ്വം നവ്യയുടെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരുത്തണം. അതിനുവേണ്ടി ജലജ പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ അരികിലേക്ക് പോയിട്ട്. പിന്നെ അവിടെ ആ കുഞ്ഞ് തനിയെ കിടക്കാണ്. നീ മോളൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഞാൻ പോവില്ല, എന്നെ ആൻറ്റി വഴക്ക് പറയും. ആര് പറഞ്ഞു? ആൻറ്റിയാ പറഞ്ഞത്. മോൻ്റെ അടുത്ത് കുറച്ച് സമയം മോളോട് ഇരിക്കാനെന്ന് പറഞ്ഞ് ജലജ കുഞ്ഞിനെ റൂമിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിൻ്റെ അരികെ ഇരിക്കായിരിക്കും. അത് കണ്ടുകൊണ്ട് വന്ന നവ്യക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് നവ്യ അലറി വിളിക്കുന്നുണ്ട്. നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞു ഈ റൂമിലേക്ക് കയറി പോകരുതെന്ന്. നിനക്ക് എന്തിൻ്റെ കേടാ എന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചന്തുമോൾ അങ്ങ് തള്ളുമ്പോൾ ചന്തുമോൾ തലയിടിച്ച് വീഴാട്ടോ. ആ സമയം അവിടേക്ക് നയന വന്നതും ചന്തുമോൾ രക്തത്തിൽ കുളിച്ചിങ്ങനെ കിടക്കുന്നത് കാണാം. തലപൊട്ടി നന്നായിട്ട് തന്നെ രക്തം താഴേക്ക് പോകുന്നുണ്ട്. അയ്യോ എന്ന് വിളിച്ച് അലറി വിളിച്ച് അടുത്തേക്ക് ഓടി വരുന്നു. എന്താ മോളെ, എന്താ ചേച്ചി ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല. അവളോട് മാറി നിൽക്കാനേ പറഞ്ഞുള്ളൂ. അവൾ തലടിച്ച് വീണത് എൻ്റെ കുഴപ്പമില്ല. ചേച്ചി എത്ര നിസ്സാരമായിട്ടാണ് ഈ പറയുന്നത്? അങ്ങനെ വിളിച്ച് ചന്തുമോളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. വലിയ പരിക്കൊന്നും ഉണ്ടായിരുന്നില്ല. തൊലി പൊട്ടി രക്തം പോയതായിരിക്കും. അങ്ങനെ കുഞ്ഞിൻ്റെ മുറിവെല്ലാം വെച്ച് കെട്ടി
നയന പറയുന്നുണ്ട് ആദർശിൻ്റെ അടുത്ത്. എന്ത് പറയും? നമ്മൾ ഇവളുടെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ മുറിവ് കാണുമ്പോൾ അവളോട് നമ്മൾ എന്ത് സമാധാനം പറയും? നിന്റെ ചേച്ചി ഇത്ര മനസാക്ഷി ഇല്ലാത്തവളാണെന്ന് ഞാൻ കരുതിയില്ല. ചേച്ചിയെ ഇതിനെല്ലാം കയറ്റി വിടുന്നത് അപ്പച്ചിയാണ്. എന്തൊക്കെയായാലും നിന്റെ ചേച്ചിക്ക് എന്താ മനസ്സില്ല? അവൾക്കൊരു കുഞ്ഞുള്ളതല്ലേ, എന്തിനാ ഇതിനോട് ഇങ്ങനെ പെരുമാറുന്നത്? അപ്പോൾ കരഞ്ഞോട് ചന്തുമോൾ പറയും, കുഞ്ഞു വീഴാൻ പോകുമെന്ന് കരുതി എന്നെ ആൻറ്റിയാണ് അവിടെയോട് പോയിരിക്കാൻ പറഞ്ഞത്, എന്നിട്ട് എന്നെ പിടിച്ച് തള്ളിയെന്ന് പറഞ്ഞ് കരച്ചിയാട്ടോ. മോൾ എന്തായാലും വിഷമിക്കേണ്ട, മോളുടെ സങ്കടമൊക്കെ മാറും. ആൻറ്റി മോളെ സ്നേഹിച്ചു തുടങ്ങും, അതെനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാം. അങ്ങനെ നവ്യക്കാണെങ്കിലോ ചന്തുമോൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയോ എന്നറിയാതെ വല്ല വിഷമമുണ്ട് കേട്ടോ. ചന്തുമോൾ വരുമ്പോൾ നവ്യ സ്നേഹത്തോടെ അവൾക്ക് അരികിലേക്ക് വരുന്നുണ്ട്. നിന്നോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, എൻ്റെ അനിയത്തിൻ്റെ ജീവിതം തകർക്കാൻ വന്നവളെ പോലെ എനിക്ക് തോന്നിയത്. ഞാൻ നിന്നെ മനഃപൂർവ്വം പിടിച്ച് തള്ളിയതല്ല, അറിയാതെ പറ്റിയതാ, എന്നോട് ക്ഷമിക്കെന്ന് നവ്യ പറയുന്നുണ്ട്. അതിനുശേഷം ചന്തുമോളോട് ഇനി നീ എൻ്റെ മോനൊക്കെ കളിപ്പിച്ചോട്ടോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, നീ അവൻ്റെ അടുത്തിരുന്നോ എന്നൊക്കെ പറയാട്ടോ. എന്നാൽ ഇതൊക്കെ കേട്ട് ഇതൊക്കെ സത്യമാണോ ചേച്ചി? ചേച്ചിക്ക് മനസ്സ് മാറ്റമുണ്ടോ എന്ന് ചോദിക്കണേ. ആ, എനിക്ക് മനസ്സ് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ നിന്നെ ഓർത്തിട്ടാണ് ഞാനിതൊക്കെ സഹിക്കുന്നത്. നിനക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ വെറുപ്പ് കാറ്റി മാറ്റി നിർത്തുന്നത് എന്ന് ചോദിക്കാറ്. എന്നാൽ നവ്യ ഒരു കാര്യം കൂടെ കണ്ടിട്ടുണ്ടാവും. ചന്തുമോൾ തന്നെയായിരിക്കും മോളെ ഇങ്ങനെ വീഴാൻ പോകുന്ന സമയത്ത് നവ്യാണെങ്കിലും കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കോ, ആരെങ്കിലും കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരുമോ എന്നറിയാനായിട്ട് തന്നെ നവ്യ മൊബൈലിൽ ക്യാമറ ഓണാക്കി വെച്ചിട്ടാട്ടോ കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവുക. ആ സമയത്ത് ജലജ അവിടേക്ക് വരികയും കുഞ്ഞിനെ കരഞ്ഞിട്ടും എടുക്കാതെ കുഞ്ഞിനെ താഴേക്കാക്കി നിർത്തുന്നതൊക്കെ കാണുന്നുണ്ട്. കുഞ്ഞ് താഴേക്ക് വീഴുമെന്ന് കരുതി ചന്തുമോൾ വന്ന് കളിപ്പിക്കുകയും എടുക്കുന്നതൊക്കെ ആ ഒരു മൊബൈൽ വീഡിയോയിൽ പകർന്നിട്ടുണ്ടാവും. അത് കണ്ടിട്ടാണ് പിന്നെ വല്ലാതെ മാറ്റവും പ്രയാസവും. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് നവ്യക്ക് ആ വീഡിയോയുടെ കാര്യം ഓർമ്മ വരികയും അവളത് എടുത്ത് നോക്കുകയും ചെയ്യുന്നത്. അപ്പോഴാണ് സത്യാവസ്ഥ അവൾക്ക് മനസ്സിലാകുന്നത്. അതോടുകൂടെ ചന്തുമോളുള്ള സകല ദേഷ്യവും മാറുന്നുണ്ട്. അതിനുശേഷം നവ്യയോട് പറയുന്നുണ്ട്, ഇവിടെ പലരുടെ മനസ്സിൽ വിഷമാണ്, നമ്മളെ തെറ്റിക്കണം, അത് ലക്ഷ്യം മാത്രമാണ്. എൻ്റെ അമ്മായിമ്മ എൻ്റെ മോനെ സ്നേഹിക്കുന്നില്ല, അതുപോലെ അഭിനയിക്കാണ്. അങ്ങനെ വീണ്ടും പിരിക്കാൻ എൻ്റെ ജലജ വരുമ്പോൾ നിങ്ങളുടെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കുഞ്ഞിനെ നിങ്ങളിതാ ഇവിടേക്ക് ഈ കിടത്തി പോയിട്ടില്ലേ ചന്തുമോൾ വന്ന് രക്ഷിച്ചത്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് താഴെ വീണ് അതിനെന്തെങ്കിലും സംഭവിക്കുമായിരുന്നല്ലോ. നിങ്ങൾക്ക് ഇത്രയ്ക്ക് മനസാക്ഷിയില്ലേ? ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ മകൻ്റെ കുഞ്ഞല്ലേ ഇത്, എന്തിനാ ഇങ്ങനെയൊക്കെ ഞങ്ങളോട് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ജലജ ഇത് കണ്ടതും ദേഷ്യപ്പെടുക്കുന്നത്. ജലജയൊക്കെ ആ വീഡിയോ കാണിച്ചു കൊടുത്ത്, ഇതിപ്പോൾ തന്നെ മുത്തശ്ശനെ കാണിക്കുന്നുണ്ട് ഞാൻ, നിങ്ങളുടെ അഹങ്കാരത്തിന് ഒരു പണി വേണം, തൽക്കാലം ഇത് ഞാൻ കാണിക്കുന്നില്ല. നവ്യെ, നീ ഞാൻ വെറുതെ ചന്തുമോൾ നീ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തതാ, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. അത് പറ്റില്ല, നിങ്ങൾ ഈ പരിപാടി ഇന്നത്തോടെ ഇവിടെ അവസാനിപ്പിച്ചേക്കണം എന്ന് പറഞ്ഞ് കൈ ചൂണ്ടിട്ട് തന്നെ നവ്യ പറയുമ്പോൾ ജലജയ്ക്ക് വല്ലാതെയായിട്ട് ജല പിന്നെ കൂടുതലൊന്നും മിണ്ടുന്നില്ല. എടി, നിന്നെയും നിൻ്റെ മകനെയും ആ ജന്തുവിനെയൊക്കെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു ദിവസം വരും, നീ അധികമൊന്നും ഇവിടെ വാഴത്തില്ലടി എന്നൊക്കെ മനസ്സാലെ മുരളുന്നുണ്ട്. എന്നാലും ജലജയുടെ കാര്യങ്ങളൊന്നും പുറത്തേക്ക് പോകുന്നില്ല. ജലജ തന്നെയാണ്, ജലജയും മകനും തന്നെയാണ് കേട്ടോ പുറത്ത് പോകാൻ വേണ്ടി പോകുന്നത്.